بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك، والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك. أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك. लुत्फ उनका आम हो ही जाएगा, शाद हर नाकाम हो ही जाएगा। साइलो दामन सखी का थाम लो, कुछ न कुछ इनाम हो ही जाएगा। الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. സർവാദരണീയരായ പണ്ഡിതന്മാരെ, മഹല്ല് ഭാരവാഹികളെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ ഓഫ് ഖുർആനിൽ നടന്നുവരുന്ന സ്വലാത്തിന്റെ മജ്ലിസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരമൊരു വേദി ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത്. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വിധം ഈ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിത്തറ ഏകനായ അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ലോകത്തുള്ള എല്ലാ ശക്തികളും വ്യക്തികളും അല്ലാഹുവിന്റെ സൃഷ്ടിയും സ്രഷ്ടാവായ അല്ലാഹുവിന്റെ പരിപാലനത്തിന് വിധേയവുമാണ്. അല്ലാഹു മാത്രമേ ആരാധനയ്ക്ക് അർഹനുള്ളൂ എന്ന് എന്റെ മനസ്സുകൊണ്ട് ഞാൻ ഉറപ്പിക്കുകയും നാവുകൊണ്ട് പ്രഖ്യാപിക്കുകയും ഏത് പ്രതിസന്ധി വന്നാലും നിഷേധിക്കാത്ത വിധം, നിഷേധിക്കാനാകാത്ത വിധം
പരമമായി പ്രഖ്യാപിക്കുന്നു എന്നതാണ് അടിത്തറ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹതയുള്ളവൻ, ആരാധിക്കപ്പെടുന്നവൻ, ആരാധിക്കപ്പെടേണ്ടവൻ ഇല്ല എന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി ജീവിതം സമ്പൂർണമായി സമർപ്പിക്കുകയും ചെയ്യുന്നു. ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരും വിളിച്ചു പറഞ്ഞ ഏറ്റവും ഉദാത്തമായ വാചകം അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എൻ്റെ മുൻഗാമികളായ പ്രവാചക ശ്രേഷ്ഠന്മാരും ഈസ അലൈഹിസ്സലാം ജീസസ് എന്ന് ബൈബിൾ പരിചയപ്പെടുത്തുന്നു. മൂസ അലൈഹിസ്സലാം മോസസ് എന്ന് ബൈബിൾ പരിചയപ്പെടുത്തുന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാം യാക്കോബ് എന്ന് ബൈബിൾ പരിചയപ്പെടുത്തുന്നു. യൂസുഫ് അലൈഹിസ്സലാം യോസേഫ് എന്ന് ബൈബിൾ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരും ആദം എന്ന് ഇസ്ലാം പരിചയപ്പെടുത്തുകയും ആദാം എന്ന ബിബ്ലിക്കൽ റഫറൻസുകൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന ആദം പ്രവാചകൻ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പ്രവാചകന്മാരും ലോകത്ത് പ്രഖ്യാപിച്ച ഏറ്റവും പരമമായ സത്യം, പ്രധാനപ്പെട്ട വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹതപ്പെട്ടവൻ, ആരാധിക്കപ്പെടേണ്ടവൻ ഇല്ല എന്നതാണ്. എന്നാൽ ആ അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ ഓരോ കാലഘട്ടത്തിലും അതത് മനുഷ്യ സമൂഹത്തിന്റെ ബുദ്ധിവികാസത്തിനും സാമൂഹിക സാഹചര്യങ്ങൾക്കും അനുസൃതമായി പ്രവിശ്യകൾ നിശ്ചയിച്ച്, പ്രദേശങ്ങൾ നിർണയിച്ച് പ്രവാചകന്മാർ നിയുക്തരായിട്ടുണ്ട്. ആ പ്രവാചക പരമ്പരയിൽ അവസാനമായി നിയുക്തരായ, ലോകത്തിന് മുഴുവനും കാരുണ്യമെന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായവും അനുയായികളുമാണ് നമ്മൾ. നമുക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി തരുന്നത്, നമുക്ക് പടച്ചവനെ കുറിച്ച് ബോധം നൽകുന്നത് അന്ത്യപ്രവാചകരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസവാചകം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹതപ്പെട്ടവനില്ലെന്നും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതരും പ്രവാചകരുമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഒരാൾ അടിസ്ഥാനപരമായി ഒരു വിശ്വാസിയാകുന്നത് ഈ രണ്ടു ഭാഗങ്ങളെ വിശ്വാസപൂർവം, ഹൃദയപൂർവം ഏറ്റെടുക്കുമ്പോഴാണ്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ
ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു മാത്രമാണ് എന്ന വിശ്വാസവാചകത്തിന്റെ ആദ്യ പകുതി മാത്രം ഒരാൾ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ അയാളുടെ വിശ്വാസം പൂർണ്ണമല്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്, പ്രവാചകരാണ് എന്നുകൂടി അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോഴേ അയാളുടെ ഈമാൻ, വിശ്വാസം, ബിലീഫ് ഇസ്ലാമികമായി സ്വീകാര്യയോഗ്യമായി മാറുകയുള്ളൂ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അല്ലാഹുവെ കുറിച്ച്, ജീവിതത്തിന്റെ നിയാമക തലങ്ങളെക്കുറിച്ച്, പ്രായോഗികമായ ഇസ്ലാമിക നിയമങ്ങളെക്കുറിച്ച് മുഴുവനും നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കാതെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ സ്വീകരിക്കാതെ അല്ലാഹുവിന്റെ ഉലൂഹിയത്തിനെ, ദൈവികതയെ മാത്രം ഒരാൾ പ്രഖ്യാപിച്ചാൽ അയാളുടെ വിശ്വാസം സമ്പൂർണ്ണമല്ല. വളരെ വിശാലമായ ഒരു അപഗ്രഥനത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുന്ന ഒരാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമീപിക്കേണ്ട രീതികളും സ്വീകരിക്കേണ്ട സമീപനങ്ങളും ഏതൊക്കെയാണ് എന്ന ഹ്രസ്വമായ ഒരന്വേഷണം മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള വിശ്വാസം, അൽ ഈമാനു ബി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള വിശ്വാസം, ആ വിശ്വാസം എന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ ദൂതനാണ്, അല്ലാഹുവിന്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള മീഡിയേറ്റർ, മധ്യവർത്തി, ഇടനില. ഇങ്ങനെ ഒരാൾ അടിസ്ഥാനപരമായി വിശ്വസിക്കുമ്പോഴേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള വിശ്വാസം ആവുകയുള്ളൂ. റസൂൽ എന്ന് പറഞ്ഞാൽ അതൊരു ടെക്നിക്കൽ വേർഡാണ്, ഒരു സാങ്കേതികമായ വാചകമാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങളെ സ്വീകരിക്കുകയും സത്യസന്ധമായി പ്രബോധിത വിഭാഗത്തിന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന പ്രത്യേകതകളുള്ള ഇടനിലക്കാരൻ എന്നാണ് അതിന്റെ പ്രാഥമികമായ ഒരു ആശയം. ഒരു സാധാരണ വ്യക്തിയല്ല. റസൂൽ എന്ന് പറഞ്ഞാൽ പ്രബോധനം നൽകേണ്ട ജനങ്ങളുമായി ആധികാരികമായ ബന്ധമുള്ള ആൾ ആയിരിക്കണം. ആരെങ്കിലും ഒരാൾ വന്ന് പറഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കൂല. ജനങ്ങൾ മാത്രമല്ല, ആരെയാണോ ഇൻവൈറ്റ് ചെയ്യുന്നത്, ആരെയാണോ ബോധ്യപ്പെടുത്തേണ്ടത്, അവർ സ്വീകരിക്കണമെങ്കിൽ പ്രബോധിത വിഭാഗത്തിൽ അംഗീകാരമുള്ള ആളായിരിക്കണം. രണ്ടാമത്, എവിടെ നിന്നാണോ സോഴ്സ് ഓഫ് മെസ്സേജ്, സന്ദേശത്തിന്റെ ഉറവിടവുമായി സ്വകാര്യ ബന്ധമുള്ള ആളായിരിക്കണം. എവിടെന്നാണോ സന്ദേശം കിട്ടേണ്ടത്, എവിടെന്നാണോ മെസ്സേജ് കിട്ടേണ്ടത്, ആ മെസ്സേജ് ലഭിക്കുന്നിടത്ത് പ്രത്യേക ബന്ധമുള്ളയാൾ. സന്ദേശം ലഭിക്കേണ്ടത് അല്ലാഹുവിൽ നിന്നാണ്. അപ്പോൾ അല്ലാഹുവുമായി പ്രത്യേകമായി ബന്ധമുള്ള ആൾ. മൂന്നാമതായി, ദൗത്യത്തിലും സന്ദേശത്തിലും ദൗത്യ നിർവഹണത്തിലും
അങ്ങേയറ്റത്തെ സത്യസന്ധതയുള്ളയാൾ. ഓരോന്നും വിശദീകരണം അർഹിക്കുന്നതാണ്. വോള്യൂംസ് ആൻഡ് വോള്യൂംസ് ഗ്രന്ഥങ്ങൾ ഈ വിഷയകമായി ഒക്കെ ഉണ്ട്. സഈദ് ഹവ്വയുടെ അർ റസൂൽ വൽ റിസാല, അൻ-നുബുവ്വത്ത്, അസ്റാറുൻ നുബുവ്വ, അൽ വഹ്യുൽ മുഹമ്മദി തുടങ്ങിയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ ഈ വിഷയങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ഒരാൾ റസൂലാകണമെങ്കിൽ 12ഓളം പ്രത്യേകതകൾ, അസാധാരണത്വങ്ങൾ ഉണ്ടാകണം. അത് മാത്രം 2 മണിക്കൂർ പറഞ്ഞ സീഡികൾ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹിയാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവാകുന്ന സന്ദേശദാതാവിൽ നിന്ന് പ്രബോധിതനാകുന്ന മനുഷ്യഭൂതവർഗത്തോട് പ്രത്യേക ബന്ധം പുലർത്തി സത്യസന്ധമായ സന്ദേശത്തെ അസാധാരണമായി ഏറ്റെടുത്ത് അന്യൂനമായി എത്തിച്ചു കൊടുക്കുന്നവർ. അങ്ങനെയുള്ള വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഉണ്ടാകണം. അല്ലാഹുവിന്റെ റസൂലാണ്. അപ്പൊ സാധാരണ വ്യക്തി പ്രവാചകൻ ആവുകയില്ല. പ്രവാചകൻ സാധാരണക്കാരനാണോ എന്ന ചോദ്യത്തിന് പ്രസക്തിയും ഇല്ല. കാരണം ആ വാചകം തന്നെ സാധാരണത്വത്തെ നിഷേധിക്കുന്നതാണ്. അപ്പോൾ ഒന്നാമതായി എനിക്കും നിങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കടപ്പാട് അൽ ഈമാനു ബിഹി, ആ പ്രവാചകരിൽ വിശ്വസിക്കുക എന്നതാണ്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുമ്പോൾ ഏത് കാലഘട്ടത്തിലുമുള്ള ജനതയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഇനി ഒരു പ്രവാചകൻ വരാനില്ല. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിർ റസൂലല്ലാഹ് വഖാതമൻ നബിയ്യീൻ. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് വിളിച്ചോതുകയാണ്. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളിൽ ഒരു പുരുഷന്റെ പിതാവ് അല്ല എന്ന് പറഞ്ഞാൽ നോർമൽ കണക്ഷൻ പറയേണ്ടയാളല്ല. ഇന്നയാളുടെ വാപ്പയാണ്, ഇന്നയാളുടെ മകനാണ്, ഇന്നയാളുടെ ജ്യേഷ്ഠനാണ്, ഇന്നയാളുടെ അനുജനാണ് എന്ന നോർമൽ അല്ലെങ്കിൽ ലോക്കൽ കണക്ഷൻ പറയേണ്ടയാളല്ല. വലാകിർ റസൂലല്ലാഹ്. അറബിക് ലാംഗ്വേജ് അറിയുന്നവർക്ക് ആദ്യം ഒരു വാചകം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് പിന്നീട് വലാകിർ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ വാചകത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതിലേക്കൊന്നും കടക്കാൻ ഈ വേദി കൂടുതൽ വിശാലമല്ല. വലാകിർ റസൂലല്ലാഹ്, പിന്നെ ആരാണ്? അല്ലാഹുവിന്റെ റസൂലാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ നിന്ന് സന്ദേശങ്ങളെ സ്വീകരിക്കുന്നു. സന്ദേശം നൽകാൻ അല്ലാഹു നിശ്ചയിച്ച ഒരു വിഭാഗമുണ്ട്, അവരാണ് മലക്കുകൾ. ആ സന്ദേശം നൽകുന്ന മലക്കുകളുടെ നേതാവാണ് മലക്കുൽ അമീൻ ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചത് പ്രകാശത്തിൽ നിന്നാണ്. അപ്പോൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുകയും കേൾക്കുകയും കൂടെ നടക്കുകയും പോലസ നടക്കുകയും ഒക്കെ ചെയ്താലേ റസൂലുള്ളാഹി തങ്ങളാകൂ. ബഹജത്തുൽ മഹാഫിൽ വബിഗയത്തുൽ അമാസിൽ ഫിൽ മദ്ഹി വശമാഇൽ എന്ന ഒരു ഗ്രന്ഥം ഇമാമുൽ ഹളറമി എഴുതിയിട്ടുണ്ട്. അതിൽ കാണാം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാല്യകാലം മുതൽ റസൂലുള്ളാഹി തങ്ങളുടെ സേവകനാണ് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാമും ബഹുമാനപ്പെട്ട മീകായിൽ അലൈഹിസ്സലാമും. ഇന്ന് ഞാൻ വാഹനത്തിൽ ഇരുന്ന് ബഹുമാനപ്പെട്ട ഇമാമുൽ ഫൈറൂസാബാദിയുടെ അസ്സലാത്തു വൽ മുഷർ എന്ന ഗ്രന്ഥം വായിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ജന്മം മുതൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സേവകനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ എന്ന് വായിക്കാൻ കഴിയും. അപ്പോൾ ആ മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങളെ കേൾക്കുകയും അറിയുകയും പ്രബോധനം നൽകേണ്ട ജനതയിലേക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വലാകിർ റസൂലല്ലാഹ് വഖാതമൻ നബിയ്യീൻ, കേവലം ഒരു പ്രവാചകൻ മാത്രമല്ല, ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഫറ്റ് ഓഫ് അല്ലാഹ്, അല്ലാഹുവിൽ നിയോഗിച്ച അന്ത്യപ്രവാചകനാണ്, അവസാനത്തെ നബിയുമാണ്, ഇനി ഒരു നബി വരാനില്ലാത്ത വിധം അന്ത്യനബിയുമാണ്. അതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഇതുവരെ വന്നതിൽ വെച്ച് അവസാനത്തതും ഇനി മറ്റൊരാൾ വരാനില്ലാത്തത് കൊണ്ട് അന്ത്യപ്രവാചകരുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ കാലഘട്ടത്തിലും വരുന്ന വികാസങ്ങളെ ഉൾക്കൊള്ളാൻ പ്രവാചകന്മാർക്ക് കഴിയുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സാഹചര്യങ്ങളല്ല, ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം പോലെയല്ല, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായം. ഓരോ പ്രവാചകന്റെയും ജനതയ്ക്കും ജനതയുടെ ജീവിതോപാധികൾക്കും സാഹചര്യങ്ങൾക്കുമെല്ലാം വ്യത്യാസമുണ്ട്. അതനുസരിച്ചുകൊണ്ടാണ് അതതു കാലത്തെയും ദേശത്തെയും പ്രവാചകന്മാർ വന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീൻ, അല്ലയോ ഹബീബായ നബിയെ, ലോകത്തിന് മുഴുവനും കാരുണ്യമാണ്. ഇവിടെയുള്ള ജീവജാലങ്ങൾക്ക് മാത്രമല്ല, ജന്തുജാലങ്ങൾക്ക് മാത്രമല്ല, സസ്യജാലങ്ങൾക്ക് മാത്രമല്ല, ഭൂമി ലോകത്തിന് മാത്രമല്ല, വാനലോകത്തിന് മാത്രമല്ല, ലാറ്റോസ്ഫിയറും ലിത്തോസ്ഫിയറിനും അറ്റ്മോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മണ്ഡലങ്ങൾക്കും കാരുണ്യമാണ്. ആ കാരുണ്യത്തിന്റെ പ്രവാചകർ മനുഷ്യന്റെ ബുദ്ധിയും ചിന്തയും എത്ര വികാസങ്ങൾ നേടുന്നുണ്ടോ, അവസാന കാലഘട്ടം വരെയുള്ള മനുഷ്യന്റെ ധിഷണയോട് തുലനം ചെയ്യാനും അവിടെ അതിജയിക്കാനുമുള്ള സിദ്ധാന്തങ്ങളെ സമ്മാനിച്ച നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മോഡേൺ കമ്പ്യൂട്ടർ ഈറയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന മനുഷ്യനോട് മദീനയിലെ മഹനീയമായ സന്ദേശങ്ങളെ അറിയാനും വായിക്കാനുമുണ്ട്. ഇനി നാളത്തെ ജനതയുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള സന്ദേശം ഇവിടെ ലഭ്യമാണ്. അവസാന നാളിലെ അന്ത്യശിശുവിന്റെ ചിന്തയോട് പോലും ഇസ്ലാമിനെയും പ്രവാചക ദർശനങ്ങളെയും ഒന്ന് കമ്പയർ ചെയ്തു നോക്കിയാൽ നിഷ്പ്രഭമാണെന്ന് പറയാൻ കഴിയാത്ത വിധം സുഭദ്രമാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ ചിന്തകൾ, അവിടുന്ന് സമർപ്പിച്ചു തന്ന സന്ദേശങ്ങൾ. പക്ഷേ ഒരു ദുഃഖമുണ്ട്, മുസ്ലിങ്ങളായ നമുക്ക് അത് പഠിക്കാനും അന്വേഷിക്കാനും വായിക്കാനും ഒന്നും നേരമില്ല. മുസ്ലിങ്ങളായ നമുക്ക് പ്രവാചകരെ അറിയാൻ സമയമില്ല. മുസ്ലിങ്ങളായ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുന്നില്ല. നമ്മുടെ മക്കൾ ജനിച്ചു വീഴുമ്പോഴേ മോഡേൺ സയന്റിസ്റ്റിന്റെ ഭ്രാന്ത് പഠിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. എന്നാൽ ഏറ്റവും സമ്പൂർണമായ വ്യക്തിത്വമാരാണ്?
അൽ ഇൻസാനുൽ കാമിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഞാൻ ഇന്ന് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 4ാമത്തെ ഒരു പ്രോഗ്രാമിലാണ് നിൽക്കുന്നത്. ഇടയിൽ വെച്ച് പത്തനംതിട്ട ജില്ലയിലെ ഒരു പ്രോഗ്രാമിൽ വിദ്യാർത്ഥികളോട് സംവദിക്കുമ്പോ അവരോട് ചോദിച്ചു, നിങ്ങൾക്കറിയുമോ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര സന്താനങ്ങൾ ഉണ്ടെന്നറിയുമോ? ആ സന്താനങ്ങളുടെ മുഴുവൻ പേര് പറഞ്ഞു തന്നാൽ ഞാനൊരു സമ്മാനം കൊടുക്കാമെന്ന്. എന്റെ കയ്യിൽ നിന്ന് ഒരു സമ്മാനവും നഷ്ടമായില്ല. കാരണം ആ സദസ്സിലെ നമ്മുടെ മക്കൾക്ക് അറിയുന്നില്ല. കുറ്റവാളികൾ മക്കളല്ല, രക്ഷിതാക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാനുള്ള അവസരം നൽകുന്നില്ല. ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയേണ്ടതുപോലെ അറിയേണ്ട വ്യക്തിത്വം വേറെയില്ല. അറിയാനുള്ള റഫറൻസ് പോലെ റഫറൻസ് വേറെ ഒരാളെ കുറിച്ചുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അറിയാൻ 12ഓളം വിജ്ഞാന ശാഖകൾ പഠിക്കേണ്ടതുണ്ട്. സ്വതന്ത്രമായ സയൻസുകളാണ്. ഒരു സയന്റിസ്റ്റിനെ കുറിച്ചും പഠിക്കാൻ അത്രയേറെ റഫറൻസുകൾ ലോകത്തില്ലേ ഇല്ല. അത് വേണമെങ്കിൽ ഞാൻ വെല്ലുവിളി സ്വരത്തിൽ ചോദിക്കുകയാണ്, ലോകത്തൊരൊറ്റ വ്യക്തിയെ കുറിച്ചും പഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാനുള്ള അത്രയും റഫറൻസുകൾ ലോകത്തൊരാളെ കുറിച്ചുമില്ല. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ ബിബറകത്തി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ ലോകത്തുള്ളതുപോലെ റഫറൻസ് വേറെ ഒരാളെ കുറിച്ചും അറിയാനില്ല, വേറെ ഒരു വ്യക്തിയെ കുറിച്ചും അറിയാനില്ല. പക്ഷേ മുസ്ലിങ്ങളായ നമ്മൾ, ഇസ്ലാമിന്റെ അനുയായികളാണെന്ന് പറയുന്ന നമുക്ക് ഹബീബിനെ അറിയുമോ? വാപ്പമാരോട് ചോദിക്കുന്നു, ഉമ്മമാരോട് ചോദിക്കുന്നു, രക്ഷിതാക്കളോട് ചോദിക്കുന്നു, നമ്മുടെ സന്താനങ്ങൾക്ക് കരുതിക്കൂട്ടി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? മോനെ, നമുക്കൊരു പ്രവാചകനുണ്ട്, പേര് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഉലിദ ബിമക്ക വദുഫിന ബിൽ മദീന. ജനിച്ചത് മക്കയിലാണ്, വഫാത്തായത് മദീനയിലാണ്. ഭാര്യമാരുടെ പേര് ഇങ്ങനെയൊക്കെയാണ്, മക്കളുടെ പേര് ഇങ്ങനെയൊക്കെയാണ് എന്ന് രക്ഷിതാക്കളായ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, അവ്വലു വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാതി. മാതാപിതാക്കൾക്ക് ആദ്യത്തെ നിർബന്ധം എന്താ? മക്കൾക്ക് റസൂലുള്ളാഹി തങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കല, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കൽ അല്ല. കാരണം അതുവഴി അവൻ അള്ളാഹുവിനെ അറിയുന്നു. ആദ്യമായി പറഞ്ഞു കൊടുക്കേണ്ടത് വാപ്പാന്റെ പേരല്ല, ഉമ്മാന്റെ പേരല്ല, വലിയുപ്പാന്റെ പേരല്ല. ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ജനിച്ചു വീഴുമ്പോൾ ആദ്യം കേൾക്കേണ്ടത് അള്ളാഹുവിന്റെ പേരാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നത് കേട്ടുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ജനിക്കേണ്ടത്. ആ വാക്ക് കൊടുക്കാൻ പള്ളിയിലെ ഉസ്താദ് തന്നെ വേണമെന്നില്ല, പുരുഷന്മാര് തന്നെ വേണമെന്നില്ല, ആ വാക്കിന് ജവാബ് വേണമെന്നില്ല. അപ്പോൾ ആദ്യം നമ്മുടെ മക്കൾ കേൾക്കണം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അങ്ങനെ അള്ളാഹുവിനെ കൊണ്ട് അറിഞ്ഞു തുടങ്ങേണ്ട മക്കൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുമ്പോ ആദ്യം പരിചയപ്പെടുത്തേണ്ടത് ആരെയാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ആ ഹബീബായ നബി തങ്ങളെ അങ്ങ് പരിചയപ്പെടുത്തിയിട്ട് അവന്റെ മനസ്സിലേക്ക് ഡീപ്പ് റൂട്ട് ചെയ്ത് കൊടുക്കണം, ആഴത്തിൽ പതിപ്പിച്ചു കൊടുക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. നമ്മുടെ മക്കൾക്കും നമ്മൾക്കും അറിഞ്ഞിരിക്കണം, പക്ഷേ സമയം കിട്ടുന്നില്ല. ബാക്കി എല്ലാ വേൾഡ് ന്യൂസും അറിയാനുള്ള സംവിധാനമുണ്ട്,
അറിയാനുള്ള സാഹചര്യമുണ്ട്. നമ്മുടെ എല്ലാമായ നബിതങ്ങളെ അറിയാൻ നേരമില്ല. അപ്പൊ രണ്ടാമതായി നമ്മുടെ കടപ്പാടാണ് അള്ളാഹുവിന്റെ ഹബീബിനെ അറിയൽ, പഠിക്കൽ. ഒന്നാമതായി വിശ്വസിക്കൽ, രണ്ടാമതായി അറിയൽ, പഠിക്കൽ നിർബന്ധമാണ്. അള്ളാഹിന്റെ ഹബീബിനെ അറിയണം, പഠിക്കണം. ഇന്നത്തെ മുസ്ലിം സാധാരണക്കാരിൽ എത്ര പേർക്ക് അറിയാം? ഇന്ന് എന്തെല്ലാം സോഴ്സുകളുണ്ട്. നമ്മുടെ ഡേ ടു ഡേ ന്യൂസ് പേപ്പർ, ഡെയിലി ന്യൂസ് പേപ്പർ, അത് വായിച്ചുകൊണ്ട് നമ്മൾ ആനുകാലികങ്ങൾ മുഴുവനും അറിയാൻ സമയം കണ്ടെത്തുന്നു. എന്നാൽ ഒരു അല്പസമയമെങ്കിലും ഹബീബിനെ അറിയാൻ നമ്മൾ കണ്ടെത്തുന്നില്ല. പ്രിയപ്പെട്ട ജനങ്ങളെ, അതിന് സമയം കണ്ടെത്തിയിട്ട് പഠിക്കണം. ഹബീബ് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ നോക്കിയാലോ വല്ലാത്തൊരു അത്ഭുത ലോകമാണ്. റസൂലുള്ളാഹി തങ്ങളെ അറിയാൻ ഒന്നാമതായി ഖുർആൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. വിശുദ്ധമായ ഖുർആൻ മുഴുവനും ഹബീബിന്റെ പ്രത്യേകതകൾ പറയാനാണ്. സൂറത്ത് ബി ഖുർആനി ഹേ ഓ സീറത്ത് ബി ഖുർആനി ഹേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതിയും ജീവിത രീതിയും സ്വഭാവ മഹിമയും ആകാര ഭംഗിയും മുഴുവനും പറയുന്നുണ്ട് ഖുർആൻ. ഖുർആനിലെ ആയത്തിന്റെ നീളമുണ്ടല്ലോ, സൂറത്തിന്റെ വലിപ്പമുണ്ടല്ലോ, അതിന്റെ ഘടനകളുണ്ടല്ലോ, അത് മുഴുവനും നബിതങ്ങളുടെ ജീവിതവുമായി ലയിച്ചു കിടക്കുന്നു. അത് മുഴുവൻ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതവുമായി ലയിച്ചു കിടക്കുക. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളുടെ ഒരു കൂട്ടുകാരൻ രോഗിയായി കിടന്നാൽ നമ്മൾ ചെന്ന് അടുത്തിങ്ങനെ ഇരിക്കും. ഇരുന്നിട്ട് മെല്ലെ കുശലാന്വേഷണം നടത്തും. കുശലാന്വേഷണം നടത്തുന്നത് ചെറിയ ചെറിയ വാചകങ്ങളാണ്. രോഗിയായി കിടക്കുകയാണ്, നമ്മൾ അടുക്കൽ ചെന്നിട്ട് നമ്മുടെ കൂട്ടുകാരനോട് രണ്ട് വലിയ സെന്റൻസ് ഒന്നും പറയൂല. കുറച്ചു നേരം മിണ്ടാതിരിക്കും. എന്നിട്ട് ചോദിക്കും, എങ്ങനെയുണ്ട്, സുഖമാണോ, ഡോക്ടർ അടുക്കൽ പോയോ, മരുന്ന് കഴിച്ചോ, ഇപ്പോഴെങ്ങനെയുണ്ട്, ഇനിയൊന്ന് പോകണം, തുടങ്ങിയുള്ള കൊച്ചു കൊച്ചു വാചകങ്ങളാണ് ഒരാൾ ചോദിക്കുന്നത്. ഇതുപോലെയാണ് പരിശുദ്ധമായ ഖുർആൻ. നിങ്ങൾ നോക്കിക്കോ, ഒരു പേജ് വലിപ്പമുള്ള ആയത്തുണ്ട് ഖുർആനിൽ. സാമ്പത്തിക ഇടപാടിനെ കുറിച്ചാണ് ഏറ്റവും വലിയ ആയത്ത് ഖുർആനിൽ. ഒരു പേജ് വലിപ്പമുണ്ട് നമ്മുടെ ഇപ്പോഴുള്ള സാധാരണ മുസ്ഹഫിൽ. എന്നാൽ അതേ ഖുർആനിൽ കാണാം, പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നു, യാ അയ്യുഹൽ മുദ്ദസിർ. ഓ പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന നബിയേ. അതിന് വേറെയും അർത്ഥങ്ങളുണ്ട്. വ്യക്തിപരമായി ഇസ്ലാമിക പ്രബോധനത്തിന് സജ്ജമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പാകപ്പെട്ട് കിടക്കുന്ന നബിയേ, ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ. കൊച്ചു കൊച്ചു വാചകങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ക്ഷേമം പറയുകയാണ്, കുശലം പറയുകയാണ് ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാന്ത്വനപ്പെടുത്തുകയാണ്, ഹബീബിനെ വിളിക്കുകയാണ്. ഖുർആനിന്റെ ഘടന മുഴുവനും ഹബീബിന്റെ കയ്യെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, അവിടുത്തെ ശരീരത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, അവിടുത്തെ വാചകത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹന്മാരുടെ പാരമ്പര്യത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, നബി തങ്ങളുടെ നാടിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. വത്തീനി വസ്സൈത്തൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. അത്തിമരത്തെയും സീനാ പർവ്വതത്തെയും വിളിച്ച് സത്യം ചെയ്തിട്ട് ഖുർആൻ അവിടുന്ന് പറയുന്നത് വൽ ബലദിൽ അമീൻ. അൽ അമീന്റെ നാടായ മക്കയെ തന്നെയാണ് സത്യം. പരിശുദ്ധമായ ഖുർആൻ ആ നാട് വിളിച്ചിട്ട് സത്യം ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രായം, റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിലെ സേവകന്റെ പേര് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് ഖുർആനിലുണ്ട്. ഒറ്റ സ്വഹാബിയുടെ പേരേ ഖുർആനിലുള്ളൂ. ആ സ്വഹാബി റസൂലുള്ളാഹി തങ്ങളുടെ ഖാദിമാണ്, സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു.
ഇങ്ങനെ തുടങ്ങിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ അവരെ വിളിക്കുന്നത് എങ്ങനെയാ? യാ നിസാ അൻ-നബി. നിങ്ങൾ നോക്കൂ, അറബ് രാജ്യത്തുള്ള കുറെ സ്ത്രീകളെ എന്നല്ല, യാ നിസാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളുടെ പേര് വെച്ചിട്ടല്ല, യാ നിസാ അൻ-നബി ഒഫീഷ്യൽ പദവി വെച്ചിട്ട്. പ്രൈം മിനിസ്റ്ററുടെ ഭാര്യ എന്ന് പറയും പോലെ, മൻമോഹൻ സിംഗിന്റെ ഭാര്യ എന്ന് പറയുന്നതും പ്രൈം മിനിസ്റ്ററുടെ ഭാര്യ എന്ന് പറഞ്ഞാലും രണ്ടും രണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ വിളിക്കുന്നത് യാ നിസാ അൻ-നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ. ഓ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരെ, നിങ്ങൾ സാധാരണക്കാരായ സ്ത്രീകളെ പോലെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പര ഇങ്ങനെ തുടങ്ങിയാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന ഏറ്റവും വലിയ റഫറൻസ് ആണ് അഖില്ലായ മയ്യുഹ്സീ മദീഹ മുഹമ്മദി. കൂട്ടുകാരെ, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞു തീർക്കാൻ കഴിയുക? വഫീ മദ്ഹി കുതുബുൻ മിനല്ലാഹി തുഖറഊ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹല്ലേ ഖുർആൻ മുഴുവനും പറയുന്നത്. അഹ്മദ് യാർഖാൻ അൻ-നഈമി ഷാനെ ഹബീബുർ റഹ്മാൻ മിൻ ആയാത്തിൽ ഖുർആൻ എന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നത് കാണാം, എല്ലാ ആയത്തിലും പരാമർശിക്കപ്പെടുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സ്പർശിക്കുന്ന ഏതെങ്കിലും ഒരു തലം എല്ലാ ആയത്തിന്റെയും വ്യാഖ്യാനത്തിലുണ്ട്. അങ്ങനെയുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നബി തങ്ങളുടെ പേരുകൊണ്ട് തുടങ്ങിയ സൂറത്തില്ലേ ത്വഹ, ആ നബി തങ്ങളുടെ പേരുകൊണ്ട് തുടങ്ങിയ സൂറത്തല്ലേ ഹമീം, ആ നബി തങ്ങളുടെ പേരുകൊണ്ട് തുടങ്ങിയ സൂറത്തല്ലേ യാസീൻ. നബി തങ്ങളുടെ പേരുകൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങൾ ഇനിയുമുണ്ട്. സൂറത്ത് മുഹമ്മദിന്റെ പേര് റസൂലുള്ളാഹി തങ്ങളുടെ പേരാണ്. ഇനിയും നോക്കിയാൽ കാഫ് ഹാ യാ ഐൻ സ്വാദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകളാണ് ഓരോ അക്ഷരത്തിലും ഉള്ളത് എന്ന് അസ്സലാത്തു വൽ ബുശ്ർ ഫി സ്വലാത്തി അലാ ഖൈറിൽ ബശർ എന്ന ഗ്രന്ഥത്തിൽ കാണാം. ഇങ്ങനെ തുടങ്ങിയാൽ ഖുർആനിലൂടെ മുഴുവനും പരിചയപ്പെടുത്തി തന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ സ്വതന്ത്രമായ വിജ്ഞാന ശാഖകൾ, റസൂലുള്ളാഹി തങ്ങളുടെ പേര് പറയുന്ന ഗ്രന്ഥങ്ങൾ എത്രയാണ്? ആയിരക്കണക്കിന് പേജുകളുള്ള ഗ്രന്ഥങ്ങളാണ് നബി തങ്ങളുടെ പേരിന്റെ വ്യാഖ്യാനങ്ങൾ. തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫീ ശർഹി അസ്മാഇ സയ്യിദിൽ മുർസലീൻ, 800 ചില്ലാനം പേജുകളുള്ള ഗ്രന്ഥമാണ് അബുൽ ഖാസിമുർ റസാഇ റളിയല്ലാഹു അൻഹു എഴുതിയതാണ്. ഇങ്ങനെ നോക്കിയാൽ റസൂലുള്ളാഹി തങ്ങളുടെ പേരിന്റെ വ്യാഖ്യാനങ്ങൾ പറയാൻ എത്ര വോള്യമുള്ള ഗ്രന്ഥങ്ങളാണ്. എന്റെ പക്കൽ 15ഓളം ഗ്രന്ഥങ്ങളുണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ പേര് പറയുന്ന ഗ്രന്ഥങ്ങൾ, അത് വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ ഭംഗി പറയുന്നത് ഒരു ഗ്രന്ഥമല്ല, ഒരു വിജ്ഞാന ശാഖയാണ്, ഒരു സയൻസ് ആണ്. എ ബ്രാഞ്ച് ഓഫ് സയൻസ് about the beauty of Prophet Muhammad sallallahu alaihi wasallam. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം പറയാൻ അശ്ശമായിൽ എന്നൊരു വിജ്ഞാന ശാഖയുണ്ട്. ഒരു ഗ്രന്ഥമല്ല, അതിൽ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു വിജ്ഞാന ശാഖ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് എങ്ങനെ, നാക്ക് എങ്ങനെ, മൂക്ക് എങ്ങനെ, ഇരിപ്പ് എങ്ങനെ, കിടപ്പ് എങ്ങനെ, അവിടുത്തെ സുറുമയുടെ പാത്രം എങ്ങനെ, സുറുമയുടെ കോല് എങ്ങനെ, തലപ്പാവിന്റെ രീതി എങ്ങനെ, തൊപ്പിയുടെ രീതി എങ്ങനെ, ചെരുപ്പിന്റെ രീതി എങ്ങനെ, അതിന്റെ നീളം എങ്ങനെ, അതിന്റെ ബാറ് എങ്ങനെ, ഇത് പറയാൻ ഒരു വിജ്ഞാന ശാഖയാണുള്ളത്. അൽഹംദുലില്ലാഹ് 15 മണിക്കൂർ റസൂലുള്ളാഹി തങ്ങളുടെ സൗന്ദര്യം മാത്രം പറഞ്ഞ CD ഉണ്ട്. അതിൽ ഉബാവയുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കിട്ടും.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗന്ദര്യം, അവിടുത്തെ മുഖം, അവിടുത്തെ നാവ്, അവിടുത്തെ ആംഗ്യം, അവിടുത്തെ മൗനം, അവിടുത്തെ വിശുദ്ധമായ കേശങ്ങൾ, അവിടുത്തെ ഈമ, അവിടുത്തെ പുരികം, റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണാടി, അവിടുത്തെ ചീർപ്പ്, ഇതെല്ലാം എണ്ണിപ്പറയാൻ ഗ്രന്ഥമുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇങ്ങനെ ഒരു നേതാവിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് നേരമില്ല. വേറെ ഒരു നേതാവിനെയും ലോകത്ത് പറഞ്ഞു തരാൻ കഴിയുമോ ഇതുപോലെ ഗഹനമായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാചകങ്ങളെയും സമ്മതങ്ങളെയും പ്രവർത്തികളെയും രേഖപ്പെടുത്തുന്ന വിജ്ഞാനശാഖയാണ് അസ്സുന്ന അല്ലെങ്കിൽ അൽ ഹദീസ് എന്ന് പറയുന്നത്. അതിൽ റസൂലുള്ളാഹി തങ്ങളുടെ അഖ്വാലുഹു വഅഫ്ആലുഹു വതഖ്രീറാത്തുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ, പ്രവർത്തികൾ, സമ്മതങ്ങൾ, ഇത് പറയുന്ന വിജ്ഞാനശാഖയാണ് ഹദീസ്. അതിലെത്രയാള്? 10 ലക്ഷത്തോളം ഹദീസുകൾ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനിക്ക് കാണാതെ അറിയാമായിരുന്നു. ഇമാം ബുഖാരിക്ക് കാണാതെ അറിയാമായിരുന്നു. ഇമാം മുസ്ലിമിന് കാണാതെ അറിയാമായിരുന്നു. ദശലക്ഷക്കണക്കിന് ഹദീസുകൾ ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക് ബിൻ അനസ്, ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റഹിമഹുല്ലാഹ് അവർക്കെല്ലാം കാണാതെ അറിയാമായിരുന്നു. ഇമാം സുഫിയാൻ സൗരി, ഇമാം സുഫിയാൻ ബിൻ ഉയൈന തുടങ്ങിയുള്ളവർക്കെല്ലാം അറിയാം. 10 ലക്ഷത്തോളം അല്ല, ദശലക്ഷക്കണക്കിന് വാചകങ്ങൾ. എന്താണ് അതിന്റെ പൊരുൾ? ഒരു സ്വഹാബി പറയുന്നു, ഒരു ദിവസം രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു. ഇങ്ങനെ അത് പറയാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവിടുത്തെ ലൈഫ് പിക്ചറൈസ് ചെയ്യുന്ന നിവേദനങ്ങൾ. അതാണ് ഹദീസ്. അതൊരു വലിയ വിജ്ഞാനശാഖയാണ്. ഹബീബായ നബി തങ്ങളുടെ ചെരുപ്പിന്റെ മോഡൽ പറയുന്ന ഗ്രന്ഥമുണ്ട്. അതിൽ എനിക്ക് പരിചയമുള്ള ഒരു ഗ്രന്ഥം തന്നെ 900ഓളം പേജുള്ള ഗ്രന്ഥമാണ്. ലമ്മാ റഅയ്തു മിസാല നഅലിൽ മുസ്തഫ ഫമസഹ്തു വജ്ഹി ബിൽ മിസാലി തബറുകാ. നബി തങ്ങളുടെ ചെരുപ്പിനെ കുറിച്ചല്ല ഗ്രന്ഥം, ചെരുപ്പിന്റെ മോഡലിനെ കുറിച്ചാണ്. ഹബീബിന്റെ പാതുകത്തെ കുറിച്ചല്ല, പാതുകത്തിന്റെ ചിത്രീകരണത്തെ കുറിച്ചുള്ള ഗ്രന്ഥമാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാനിത് എണ്ണിപ്പറയുന്നത് എന്തിനാണ്? എന്റെയും നിങ്ങളുടെയും കരളിന്റെ കാതലായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് नूर की सागर नूर की जलवा नूर की जल का झा मदीना तुझे सलाम. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ ഒരുങ്ങിയാൽ അവസാനിക്കാത്ത വിധം പഠിക്കാനുള്ള അവലംബങ്ങൾ ലോകത്തുണ്ടായിട്ട് എന്റെയും നിന്റെയും കൽബിലെ രാജാവാണെന്ന് വിളിച്ചു പറയുന്ന റസൂലുള്ളാഹിനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പ്രാഥമികമായ അധ്യായങ്ങളെങ്കിലും എനിക്കും നിങ്ങൾക്കും അറിയുമോ? അമേരിക്കയിലെ ലേറ്റസ്റ്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. കുറ്റവിമുക്തനായ ക്രിക്കറ്റ് കളിക്കാരന്റെ ഡേറ്റ മുഴുവനും നിങ്ങൾക്കറിയാം. പുതിയ കേന്ദ്രമന്ത്രിമാരുടെ മുഴുവൻ ഡേറ്റാസും നിങ്ങൾക്ക് അറിയാം. ഇന്ത്യയിലെ അഴിമതി കേസുകളെ കുറിച്ച് മുഴുവൻ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ നാട്ടിൽ സമീപകാലത്തുണ്ടായ വിലവർദ്ധനവുകളുടെ പ്രതിധ്വാനങ്ങളെ നിങ്ങൾക്ക് അറിയാം. അങ്ങനെ തുടങ്ങി ഒരുപാട് പൊതുകാര്യങ്ങൾ നമുക്കറിയാം. എന്നാൽ എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ അകത്തളത്തിൽ അതുല്യമായ ആദരവിന്റെ വരിഷ്ഠ ബിന്ദുക്കളാൽ ആദരിക്കപ്പെടേണ്ട വിശിഷ്ട വ്യക്തിത്വത്തിന്റെ പ്രഭാവമായ ഹബീബിനെ കുറിച്ച് വല്ലതും അറിയുമോ? അവകാശവാദം ഉന്നയിച്ചിട്ട് ഞാൻ റസൂലുള്ളാഹിന്റെ ആളാണെന്ന് പറയുകയല്ലാതെ ഹബീബിനെ പഠിക്കാൻ നേരമുണ്ടോ? അപ്പൊ നിങ്ങൾ ഈ ദാറുൽ ഖുർആനിലേക്ക്, സ്കൂൾ ഓഫ് ഖുർആനിൽ ചെന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് റസൂലുള്ളാഹിനെ കുറിച്ച് പഠിക്കാൻ ഒരു ക്ലാസ് മാസത്തിലെങ്കിലും അവിടെ തുടങ്ങിത്തരാൻ അതിന്റെ സംഘാടകർ തയ്യാറായിരിക്കും.
നബി തങ്ങളെ അറിയാൻ എത്രയാണ് ഗ്രന്ഥങ്ങൾ, എത്രയാണ് മേഖലകൾ. സമീപകാലത്ത് എനിക്കൊരു ഗ്രന്ഥം കിട്ടി, നഫഹാത്തു ത്വയ്ബി ഫീ നിദാത്തിൽ ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ വിളിച്ച വിളികൾ, യാ ആയിഷ, യാ ബാഹിർ, യാ അബ്ദുല്ലാഹ്, യാ അബൂബക്കർ തുടങ്ങിയിട്ട് നബി തങ്ങളുടെ വിളികൾ, അവിടുന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ, ഉദാഹരണങ്ങൾ, ഇതെല്ലാം വിജ്ഞാന ശാഖകളായി നിൽക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയണം, പഠിക്കണം. മോഡേൺ വിദ്യാഭ്യാസത്തിന്റെ ഭ്രാന്ത് പിടിച്ചിട്ട് മുസ്ലിം രക്ഷിതാക്കൾ ഓടിപ്പടക്കുമ്പോ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഭ്രാന്തിൽ ആത്മീയ വിദ്യാഭ്യാസത്തെ ചതച്ചരച്ച് കളയുന്ന രക്ഷിതാവേ, فمن يبع عاجلا منه بآجله يبله الغبن في بيع وفي سلم. നിങ്ങൾ താൽക്കാലികമായ ലോകത്തെ ആനന്ദത്തിന് വേണ്ടി അനന്തമായ ലോകത്തെ പണയം വെച്ചാൽ വഞ്ചിക്കപ്പെട്ട കച്ചവടക്കാരനാണ്, ഇടപാടുകാരനാണ്. കാരണം എന്തേ? എന്റെയും നിങ്ങളുടെയും മക്കൾ ഒരു ഡോക്ടറോ ഒരു എഞ്ചിനീയറോ ഒരു ഉദ്യോഗസ്ഥനോ ആയാൽ അതിന്റെ ഫലം താൽക്കാലികമായ ജീവിതത്തിലെ 25 കൊല്ലമോ 50 കൊല്ലമോ മാത്രമാണ്. 50 കൊല്ലം കഴിഞ്ഞ് മോനങ്ങ് മരിച്ചുപോയാൽ മെഡിസിന്റെ സർട്ടിഫിക്കറ്റോ എഞ്ചിനീയറിംഗിന്റെ സർട്ടിഫിക്കറ്റോ MBA സർട്ടിഫിക്കറ്റോ MCA സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോകത്തുള്ള കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റ് അവന്റെ ജനാസയുടെ കൂടെ ഖബറിലേക്ക് വെക്കുന്നില്ല. അതിന്റെ റിസൾട്ട് മുഴുവനും ലിമിറ്റഡായ ഈ ഭൗതിക ലൈഫിന് വേണ്ടി മാത്രമുള്ളതാണ്, താൽക്കാലികമായ ജീവിതത്തിനുള്ളതാണ്. അതേ സമയത്ത് നിന്റെ മകനും എന്റെ മക്കളും ഒന്ന് ആത്മീയമായ വിദ്യാഭ്യാസം നേടിയാൽ അതിന്റെ ഫലം എവർ ലാസ്റ്റിംഗ് ലൈഫിന് വേണ്ടിയുള്ളതാണ്. രാവിലെ മദ്രസയിൽ പോകുന്ന എന്തിനാ? മാമൂല് തീർക്കാൻ. രാവിലെ മദ്രസയിൽ പോണ എന്തിനാ? ആചാരവെടിക്ക് വേണ്ടി. മുസ്ലിം സമുദായത്തിലെ രക്ഷിതാക്കൾ പ്രതിക്കൂട്ടിലല്ലേ ഈ വിഷയത്തിൽ? നിങ്ങളുടെ മകൻ മദ്രസയിൽ നിന്ന് പഠിക്കുന്ന വിജ്ഞാനത്തിന്റെ റിസൾട്ട് ഭൗതിക ലോകത്തും ആത്മീയ ലോകത്തും അനന്തമായ പാരത്രിക ലോകത്തും അവന് ഉപകാരപ്പെടുന്നതാണ്. അത് പഠിക്കാൻ 10 മിനിറ്റ് അധികം നൽകാൻ നമ്മുടെ പക്കലില്ല. അതേ സമയത്ത് സ്കൂൾ വിദ്യാഭ്യാസം അവന്റെ താൽക്കാലികമായ ഭൗതിക ലോകത്തെ വിജയത്തിന് വേണ്ടിയാണ്. നമുക്ക് ഇജ്ജത്ത് വേണം, ദുനിയാവിൽ നല്ല വിദ്യാഭ്യാസം വേണം, വേണ്ടാന്ന് നമ്മൾ പറയൂല. ഈ ഭൗതികമായ വിദ്യാഭ്യാസത്തിൽ നാം നേടുന്നത് ഇവിടത്തെ പദവികളാണ്. ആ പദവികൾ എന്ന് അവസാനിക്കും. ചിലപ്പോൾ ഡിഗ്രി എടുത്തേണ്ട പിറ്റേന്ന് ആക്സിഡന്റിൽ മരിച്ചുപോയാൽ ക്ലാസ് അവസാനിച്ചു, പിന്നീട് അതുകൊണ്ട് ഫലമില്ല. അങ്ങനെ തീർത്തും നൈമിഷികമായ താൽക്കാലികമായ ജീവിതത്തിന്റെ സുഖാഡംബരങ്ങൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം അത് ഭൗതികമായ താൽക്കാലിക ജീവിതത്തിന് മാത്രം ഉപകാരപ്പെടുന്നതാണ്. അതേ സമയത്ത് നിന്റെ മകൻ ഒരു ആലിമായാൽ അതുകൊണ്ടുള്ള ഫലം എത്ര കൊല്ല നിങ്ങൾക്കറിയുമോ? ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എത്ര കാലമായി വഫാത്തായിട്ട്? ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് 1000 കൊല്ലം കഴിഞ്ഞു. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ആരാണ്? ഒരാത്മീയ വിദ്യാഭ്യാസത്തിന്റെ അമരത്തിരുന്ന നേതാവാണ്. അത്രത്തോളം ഉദ്ധരിക്കപ്പെടുകയും അനുധാവനം ചെയ്യപ്പെടുകയും ഫലമെടുക്കപ്പെടുകയും ആദരവോടെ ഓർമ്മിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഭൗതിക ശാസ്ത്രജ്ഞനെ പറഞ്ഞു തരാൻ, ഒരു ഭരണാധികാരിയെ പറഞ്ഞു തരാൻ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു. സാധ്യമല്ല. ആ കാലഘട്ടത്തിൽ ഭരണാധികാരി കൊട്ടാരത്തിൽ ജീവിച്ച ആളാണ്, വലിയ ആഡംബരത്തിൽ ജീവിച്ച ആളാണ്. അന്നത്തെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്ക് ശാഫിഈ ഇമാമിനെ വിചാരണയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ശാഫിഈ ഇമാം പള്ളിയിലെ മുത്തഅല്ലിമാണ്, മക്കത്തെ പള്ളിയിലെ മുത്തഅല്ലിമാണ്, മദീനത്തെ പള്ളിയിലെ മുത്തഅല്ലിമാണ്, ബഗ്ദാദിൽ മുത്തഅല്ലിമാണ്, യമനിൽ അവിടുന്ന് ഖാദിയാണ്. എല്ലാമായ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ?
ഉമ്മ ആത്മീയ വിദ്യാഭ്യാസം നൽകിയിട്ട് ആധ്യാത്മിക ലോകത്തെ വളർത്തിക്കൊണ്ടുവന്നപ്പോൾ അന്നത്തെ ഭരണാധികാരി കൊട്ടാരത്തിലാണ് വസിക്കുന്നത്, വലിയ വെപ്പാട്ടികളെ വെച്ചാണ് ജീവിക്കുന്നത്, നാണയത്തിൽ ഫോട്ടോ ഉണ്ടാകാം. അങ്ങനെയെല്ലാമുള്ള ഭരണാധികാരി മരിച്ചുപോയി, പേര് നമുക്കറിയില്ല. ശാഫിഈ ഇമാം തങ്ങൾ അല്ലാഹുവിന്റെ ഇൽമു പഠിച്ചിട്ട് വലിയ പണ്ഡിതനായി. ശാഫിഈ ഇമാമിനെ ലോകം മറന്നിട്ടില്ല. എല്ലായിടത്തും അറിയപ്പെടുന്ന നേതാവാണ് ഇമാമുന ശാഫിഈ. മലഅത തിബാഖൽ അർളി ഇൽമൻ വഹിക്മതൻ കഅംബാഇ മൗലാനൻ നബി മുഹമ്മദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിജ്ഞാനം നേടിയെടുത്തു. അതുകൊണ്ട് രക്ഷിതാവേ, നിങ്ങളുടെ മകൻ വലിയ IAS ഉദ്യോഗസ്ഥനായതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകാം. പക്ഷേ അതിനേക്കാൾ വലിയ അഭിമാനമുണ്ടാകേണ്ടത് എന്റെ മകൻ അല്ലാഹുവിന്റെ ഖുർആൻ മനഃപ്പാഠമാക്കിയവനാണ്. എന്താ വാല്യൂ? ഖുർആൻ മനഃപ്പാഠമാക്കിയ മകന്റെ മൂല്യം എന്താണ്? നാളെ പള്ളിക്കാട്ടി കൊണ്ടുപോയി ഖബറടക്കിയിട്ട് തിരിച്ചു വരുമ്പോ ആ മകന്റെ ജനാസ മണ്ണരിക്കുന്നില്ല. ഉഖറവിയായ ഹാഫിളാണെങ്കിൽ അവന്റെ ജനാസ മണ്ണരിക്കുന്നില്ല. വലിയ ഡോക്ടറാകട്ടെ, സയന്റിസ്റ്റ് ആകട്ടെ, വലിയ ഗവേഷകനാകട്ടെ, ശാസ്ത്രജ്ഞനാകട്ടെ, അവനൊന്നുമില്ലാത്ത ബഹുമാനമാണ് പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളായ മകനുണ്ടല്ലോ, അവൻ കിടക്കുന്ന ഖബറിന് ബഹുമാനമാണ്. നാളെ പരലോകത്ത് ചെല്ലുമ്പോഴതാ ചില സാധാരണക്കാരുടെ തലയിൽ സ്വർണത്താലുള്ള കിരീടം വെക്കുകയാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുകയാണ്. അപ്പൊ ഗ്രാമീണനായ സാധാരണക്കാരന് ഒരു അത്ഭുതം, എന്താ പഠിച്ചോനെ, ഞാനൊരു അമലൊന്നും അധികം ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഈ കിരീടം എനിക്ക് കളിയാക്കാൻ വേണ്ടി വെച്ചതാണോ? അപ്പോൾ പറയും, സഹോദരാ, അത് നിങ്ങൾക്കുള്ള ബഹുമതിയാണ്. എന്തിനാണ് നിങ്ങൾക്ക് ആ ബഹുമതി നൽകിയത്? നിങ്ങളുടെ മകനെ ഖുർആൻ പഠിക്കാൻ വിട്ടതിനുള്ള ബഹുമതിയാണ്. ഈ നിലയിലുള്ള ബഹുമാനമാണ് നമ്മുടെ മക്കൾ ഖുർആൻ പഠിച്ചാൽ, ഹാഫിളീങ്ങളായാൽ, ആലിമീങ്ങളായാൽ. ഒരിക്കൽ മദീനയിലെ ജന്നത്തുൽ ബഖീൽ മലയാളിയായ ഒരു സഹോദരൻ മരണപ്പെട്ടപ്പോൾ ജനാസ മറമാടുന്നതിന് വേണ്ടി ഞാനും കൂടി പോയിരുന്നു. അങ്ങനെ അന്ന് ഖബർ കുഴിക്കുകയും ഖബർ മൂടുകയും ഖബർസ്ഥാനിൽ ജോലി ചെയ്യുകയും ചെയ്യുന്ന പാകിസ്ഥാനികളായ സഹോദരങ്ങൾ, അവരോട് ഞാൻ ചോദിച്ചു, ഖബർസ്ഥാനിന്റെയും അവിടുത്തെ അവസ്ഥയും ഒക്കെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒറ്റപ്പെട്ട നിലക്ക് ചില ജനാസകൾ യാതൊരു കേടുപാടും കൂടാതെ കിട്ടാറുണ്ട്. അത് ഹാഫിളീങ്ങളുടേതാണെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴും അതാ ഒറ്റപ്പെട്ട നിലക്ക് ചിലരുടെ ശരീരം കേടുവരാതെ കിട്ടുന്നു. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹു ഇറക്കിയ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകൾക്കുള്ള ബഹുമാനമാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ബഹുമതിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ, വില കുറഞ്ഞ ചരക്ക് തലയിൽ വെച്ചിട്ട് നീ ഗമനടിക്കണ്ട. ഭൗതികമായ വിദ്യാഭ്യാസം മുഴുവനും, അത് എത്ര ഉയർന്ന വിദ്യാഭ്യാസമാണെങ്കിലും അത് ടൈം ബൗണ്ടഡ് ആണ്, അല്ലെങ്കിൽ താൽക്കാലികമാണ്. അതുകൊണ്ട് നീ കൂടുതൽ ഗമയൊന്നും അടിക്കേണ്ടതില്ല. അതേ സമയത്ത് നിനക്ക് അഭിമാനിക്കാം, എന്റെ മകൻ ഒരു ആലിമാണ്, എന്റെ മകൻ ഒരു ഹാഫിളാണ്. എന്റെ മകൻ ഹാഫിളാണെന്ന് പറയുമ്പോൾ ഒരു മുസൽമാന്റെ കോളർ ഇങ്ങനെ പൊങ്ങണം. ഇന്ന് അങ്ങനല്ല. ഒരുത്തൻ എന്തിനാ? ഒരുത്തൻ MBA, ഒരുത്തൻ ബിടെക്, ഒരുത്തൻ ഇപ്പൊ പഠിക്കാനൊന്നും വിട്ടിട്ട് റെഡി ആയില്ല, അവനിപ്പോ ദറസില എന്ന്. ഒരാൾ ലോവർ ക്ലാസ് ആയി മുത്തഅല്ലിമിനെ കണ്ടാൽ അവൻ ഇസ്ലാമിനെ അറിയാത്തവനാണ്, അവന് ചരക്കിന്റെ മൂല്യം മനസ്സിലാകാത്തവനാണ്. അവൻ വരവ് വാങ്ങിയിട്ട് സ്വർണമെന്നും സ്വർണം വാങ്ങിയിട്ട് വരവെന്നും മനസ്സിലാക്കി പോയവനാണ്. അവന് മൂല്യം അറിയാത്തവനാണ്.
അതുകൊണ്ട് സഹോദരാ, എനിക്കും നിനക്കും മൂല്യമറിഞ്ഞ് സമീപിക്കാൻ കഴിയണം. ആത്മീയമായ വിജ്ഞാനത്തിന് തുല്യമായി ഭൗതികമായ വിജ്ഞാനം എത്ര ഉയർന്നാലും വരൂല. അതിന്റെ അർത്ഥം നമ്മുടെ കുട്ടികളാർക്കും ഭൗതിക വിദ്യാഭ്യാസം വേണ്ടെന്നല്ല, നല്ല ഇസ്സത്തുള്ള വിദ്യാഭ്യാസം വേണം. ഖുർആൻ പറഞ്ഞത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിൽ നല്ല അഭിമാനമുള്ള വിദ്യാഭ്യാസം വേണം. പക്ഷേ ദുനിയാവിലെ ചരക്കിന്റെ പിന്നാലെ പോയിട്ട് ആഖിറത്തിലെ ചരക്ക് മുടങ്ങിപ്പോയാൽ നിന്നെ പോലെ മണ്ടനില്ല, നിന്നെ പോലെ ബുദ്ധിശൂന്യനില്ല. നീ അങ്ങനെയാകാൻ പാടില്ല. നമ്മുടെ ഇമാമിയങ്ങൾ മുഴുവനും അങ്ങനെയാണ്, മൂല്യത്തെ തിരിച്ചറിഞ്ഞ് മൂല്യമുള്ളതിന്റെ പിന്നിൽ പോയവർ. അതുകൊണ്ട് വരണം ആത്മീയമായ വിദ്യാഭ്യാസം അറിഞ്ഞ് അതിലൂടെ അറിയണം റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫോട്ടോയില്ല, പ്രതിമയില്ല, പ്രതിഷ്ഠയില്ല, പ്രതിച്ഛായയില്ല, ചിത്രമില്ല, ചിത്രീകരണമില്ല. ലോകത്തെ വലിയ വലിയ ആളുകളുടെ ചിത്രം കേടുവരുത്തിയതിന്റെ പേരിലാണ് സമരമുണ്ടായത്, പ്രതിമ തകർത്തതിന്റെ പേരിലാണ് പ്രശ്നമുണ്ടായത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫോട്ടോ വരയ്ക്കാൻ ഒരാൾ പേനയെടുത്താൽ അതിനെതിരെ മുസ്ലിം ലോകം ശബ്ദിച്ചുപോയി. കാരണം എന്തേ? ഹൃദയാന്തരങ്ങളിൽ ജീവിക്കുന്ന അതുല്യമായ പ്രഭാവത്തിന്റെ ഉടമയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാണ് ജീവിക്കുന്നത്. കഹാ ജാതാ ഹൈ രഹത്തെ ഹൈ ദൂല ഫഖത് മദീനെ മേം ഓ രഹത്തെ ഹൈ ആശിഖോൻ കെ സീനെ മേം. പറയപ്പെടുന്നു നബി തങ്ങൾ മദീനയിലാണ് ജീവിക്കുന്നതെന്ന്. ശരിയല്ല, ശരിയല്ല. ഓ രഹത്തെ ഹൈ ആശിഖോൻ കെ സീനെ മേം, അനുരാഗികളുടെ അന്തരംഗങ്ങളിൽ ജീവിക്കുകയാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. सबसे आला व औला हमारा नबी, सबसे ऊंचा व ऊंचा हमारा नबी, सबसे आला व अगला हमारा नबी, दोनों आलम के दूल्हा हमारा नबी. ഉന്നതങ്ങളിൽ ജീവിക്കുന്ന നേതാവാണ്, അതുല്യമായ പ്രഭാവത്തിന്റെ ഉടമയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മേലെ ഒരു ഭരണാധികാരി ഇല്ല, ഒരു സയന്റിസ്റ്റ് ഇല്ല. റസൂലുള്ളാഹിന്റെ മേലെ അല്ലാഹുവല്ലാതെ വേറെ ആരുമില്ല. റസൂലുള്ളാഹി തങ്ങളുടെ മേലെ എന്ന് പറഞ്ഞാൽ സ്ഥാനം കൊണ്ട്, ബഹുമാനം കൊണ്ട്, പവിത്രത കൊണ്ട്, ശ്രേഷ്ഠത കൊണ്ട് ഹബീബായ നബി തങ്ങളുടെ മേലെ അല്ലാഹുവല്ലാതെ ഇല്ല. അല്ലാഹുവാകുന്ന ലോകത്തിന്റെ രക്ഷിതാവ് പടച്ചവൻ, അവൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ചാൻസ് ആരുടേതാണ്? വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫാമിൽ അനിശ്ശിഖാഖി. തർക്കിക്കാനും സംവദിക്കാനും ഒന്നും പോകേണ്ട ആവശ്യമില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് സറൈത മിൻ ഹറമിൽ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിൻ മിനൽ ദുലമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി, അവിടുന്ന് ഭ്രമണപഥങ്ങളിൽ മാറി മാറി വരുന്നത് പോലെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ഫദനൗത ഔ അദ്നാ صلى عليك مسلما تسليما. ഉന്നതങ്ങളിലേക്ക് എത്തി ഫദനൗത ഔ അദ്നാ ثم ദനാ ഫതദല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഉന്നതങ്ങളിലേക്ക് ഉയർന്നു. ഫനിൽത അമീമാ, ലോകം മുഴുവനും റസൂലുള്ളാഹി തങ്ങളുടെ കാൽ കീഴിലായി. ഹബീബിന് പ്രാപഞ്ചികത സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രപഞ്ചത്തിന്റെ മുഴുവനും ഉന്നതങ്ങളിലേക്ക് കടന്നു വന്നു. ആ നേതാവിനെ അറിയാൻ ഒന്നാമതായി റസൂലുള്ളാഹി തങ്ങളിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള അന്വേഷണമാണ്, പഠനമാണ്. മൂന്നാമതായി പറഞ്ഞാൽ ഇത്തിബാഉ സുനനിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ പിൻപറ്റലാണ്. ലോകത്തുള്ള ഒരൊറ്റയാളും നമ്മുടെ റോൾ മോഡലല്ല. നമ്മുടെ റോൾ മോഡൽ ആരാണ്? നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് ചേർക്കുമ്പോ, ഹയർ സെക്കൻഡറിയിലേക്ക് ചേർക്കുമ്പോ
അതാ അവിടെ സ്കൂളിലെ അധ്യാപകൻ ചോദിക്കുന്നു, നീ ആരാകാനാണ് ആഗ്രഹിക്കുന്നത്? അപ്പോഴുണ്ടാകാം അമേരിക്കയിലെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പുസ്തകം എഴുതിയ ആളുണ്ടാകാം. അയാളുടെ പേരെടുത്തു പറഞ്ഞിട്ട് കുട്ടി പറയുന്നു, ഞാൻ അങ്ങനെയാകാൻ ആഗ്രഹിക്കുകയാണ്. വേറൊരു കുട്ടി പറയുന്നു, ഞാനൊരു ഡോക്ടറാകാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരുടെയും റോൾ മോഡലുകൾ ഓരോ ഭൗതിക വ്യക്തികളായി. എന്നാൽ മുസൽമാന്റെ യഥാർത്ഥ റോൾ മോഡൽ ആരാണ്? ആകേണ്ടതാരാണ്? ആരാകണമെന്നാണ്, ആരുടെ രീതി സ്വീകരിക്കണമെന്നാണ് ഒരു മുസൽമാൻ അറിയേണ്ടത്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമ്മുടെ മക്കൾ അറിഞ്ഞാൽ റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഏറ്റെടുക്കാനുള്ളൊരു സന്ദേശം നമ്മുടെ മക്കളുടെ കൽബിൽ കൊടുത്തിട്ടുണ്ടോ? ഇത്തിബാഉ സുനനി റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ചര്യകൾ ഏറ്റെടുക്കലാണ്.